സംഗീത ലോകത്തെ രാജാവായ ഒരു കാലത്ത് നമ്മുടെ ലോകത്തെ മുഴുവൻ അടക്കി വാണിരുന്ന മൈക്കിൾ ജാക്സന്റെ ജീവിത കഥ പറയുന്ന 2026 റിലീസായ മൈക്കിൾ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ 1966 കാലഘട്ടം ജോസഫ് ജാക്സന്റെ കുടുംബമാണ് കാണിക്കുന്നത്. ജോസഫിന്റേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ജോസഫിനും ഭാര്യയ്ക്കും 5 മക്കളുണ്ട്. അതിലേറ്റവും ഇളയവനാണ് നമ്മുടെ കഥാനായകനായ മൈക്കിൾ ജാക്സൺ. മൈക്കിളിന് അച്ഛന് വല്ലാത്ത പേടിയാണ്. ജോസഫ് മക്കളെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. ചെറിയ കാര്യത്തിന് പോലും ജോസഫിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ബെൽറ്റൂരിയാണ് മക്കളെ തല്ലാറുള്ളത്. അതുകൊണ്ട് തന്നെ മൈക്കിൾ കരുതുന്നത് തന്റെ അച്ഛൻ തന്റെ ജീവിതത്തിലെ ഒരു വില്ലനാണെന്നാണ്. അതുപോലെയാണ് അച്ഛനെ കണ്ടിരുന്നതും. മൈക്കിളിന് അച്ഛനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയോടായിരുന്നു. പക്ഷെ അച്ഛനെ പേടിച്ചായിരുന്നു മൈക്കിളിന്റെ ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നതും. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോസഫ് ചിന്തിക്കുന്നത്, ഇങ്ങനെ പോയാൽ പറ്റില്ല, നല്ല രീതിക്ക് ജീവിക്കണം, അതിന് കാശ് വേണം. മിഡിൽ ക്ലാസ് ഫാമിലിയല്ലേ അവർ, അതുകൊണ്ട് തന്നെ കാശുണ്ടാക്കുവാനായിട്ട് ജോസഫ് കണ്ടെത്തിയ വഴി തന്റെ 5 മക്കളെയും കൊണ്ട് ജാക്സൺ 5 എന്നൊരു മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചു. എന്നിട്ട് പിള്ളേരെയും കൊണ്ട് ഓരോ സ്ഥലത്തായിട്ട് പ്രോഗ്രാമിനായും പോകുന്നു. അതിൽ മെയിൻ ലീഡായിട്ട് നിന്നത് മൈക്കിൾ ജാക്സൺ ആണ്. കാരണം തന്റെ ഏറ്റവും ഇളയ മകനായ മൈക്കിളിന് പാടുവാനൊക്കെ നല്ല കഴിവുണ്ടെന്ന് അച്ഛന് മുൻപേ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ ലീഡായിട്ട് എപ്പോഴും നിൽക്കുന്നത് മൈക്കിളായിരുന്നു. മാത്രമല്ല മൈക്കിൾ നന്നായിട്ട് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഗ്രാമിനും മൈക്കിളിനെ കൊണ്ട് അച്ഛൻ പോകുവാനായും തുടങ്ങി. അതുകൊണ്ട് തന്നെ മൈക്കിളിന്റെ കുട്ടിക്കാലം എപ്പോഴും പ്രോഗ്രാം അങ്ങനെയൊക്കെയായിരുന്നു അവൻ നടന്നിരുന്നത്. സാധാരണ കുട്ടികളെ പോലെ അടുത്തുള്ള ഫ്രണ്ട്സുമായിട്ട് കളിക്കുവാനോ ഒന്നും തന്നെ അവന് കഴിയാറേയില്ല. അധികം പുറത്തുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുന്നതൊക്കെ കുറവായിരുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തി എപ്പോഴും റൂമിൽ അടച്ചിരിക്കലാണ് പതിവ്. മാത്രവുമല്ല അവൻ എപ്പോഴും ബുക്ക് വായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആളുകളുമായിട്ടുള്ള സഹകരണവും കുറഞ്ഞു. എപ്പോഴും റൂമിൽ അടച്ചിരിക്കുന്ന മൈക്കിളിനെ വീടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവന്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്കിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണെന്ന് തന്നെ പറയാം. എപ്പോഴൊക്കെ സ്റ്റേജ് ഷോ കഴിയുമ്പോഴും മൈക്കിൾ നേരെ ഓടി വരുന്നത് അമ്മയ്ക്കടുത്തേക്കാണ്. അമ്മയ്ക്കടുത്താണ് അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും. ജോസഫ് ജാക്സൺ 5 മക്കളെയും തന്റെ കൺട്രോളിലാണ് വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഏറ്റവും ഇളയ മകനായ മൈക്കിൾ ജാക്സനെ. മൈക്കിളിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാൽ പോലും അച്ഛൻ അപ്പോഴേ ബെൽറ്റൂരി അവനെ അടിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അച്ഛനെ പേടിച്ചായിരുന്നു മൈക്കിളിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേട്ടനൊപ്പം ഒരു സ്റ്റേജ് ഷോ ചെയ്യുകയായിരുന്നു മൈക്കിൾ. അപ്പോൾ ഒരു ലേഡി മൈക്കിളിനെ കാണുകയും വലിയൊരു കമ്പനിയുടെ സോളോ പെർഫോമൻസിന് വേണ്ടിയിട്ട് മൈക്കിളിനെ ക്ഷണിക്കുകയും ചെയ്തു. ഏകദേശം അവന് 8 വയസ്സുള്ളപ്പോഴാണ് വലിയ കമ്പനിക്ക് വേണ്ടിയിട്ട് അവന് പെർഫോം ചെയ്യുവാനായിട്ട് വിളിക്കുന്നത്. അവൻ അത്രയ്ക്കും ടാലന്റ് ഉണ്ട് എന്നുള്ള കാര്യം ആ സ്ത്രീക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ആ ഒരു കമ്പനിയുടെ ആളുകൾ മൈക്കിളിന്റെ അച്ഛനെ വന്ന് സമീപിക്കുകയും അവൻ ആ സോളോ പെർഫോമൻസ് ചെയ്യുവാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ മൈക്കിൾ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സോളോ പെർഫോമൻസ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് കമ്പനിയുടെ ഫൗണ്ടർ മൈക്കിളിന്റെ പെർഫോമൻസ് കാണുവാനായും എത്തുന്നത്. അത് കണ്ട് അയാൾ ഞെട്ടിപ്പോകുന്നു. അത്രയ്ക്കും പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു മൈക്കിളിൻ്റെത്. മൈക്കിളിന്റെ പെർഫോമൻസ് കണ്ട കമ്പനിയുടെ ഫൗണ്ടർ പറയുന്നത്, ഒരു കാലത്ത് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായിട്ട് ഇവൻ മാറും, ഇവൻ അത്രയ്ക്കും കഴിവുണ്ടെന്നും മൈക്കിളിന്റെ അച്ഛനോട് വന്ന് പറയുന്നു. അത് കേട്ട് അച്ഛനും ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിലെല്ലാം ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മൈക്കിൾ പെർഫോമൻസ് ഒക്കെ നടത്തുന്നത്. അവരുടെ ആൽബത്തിലൊക്കെ പാടുന്നത് മൈക്കിളായിരുന്നു. അങ്ങനെ പതിയെ പതിയെ കമ്പനിയുടെ പേര് ഉയർന്നു വരികയും മൈക്കിളിന് നല്ല സ്വീകാര്യത കിട്ടുകയും ചെയ്തു. മൈക്കിൾ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളായി. എവിടെ ചെന്നാലും മൈക്കിളിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഫാൻ ബേസ് കാണും. മൈക്കിൾ പാടുന്ന പാട്ടുകളെല്ലാം ആ കാലത്ത് നല്ല ഹിറ്റായിരുന്നു. മൈക്കിൾ സോളോ ആയിട്ട് പെർഫോമൻസ് തുടങ്ങിയാലും മൈക്കിൾ അത്യാവശ്യം ഫേമസ് ആയാലും അച്ഛൻ അവനെ കൺട്രോൾ വെക്കുന്നത് നിർത്തിയതേയില്ല. അച്ഛന്റെ ആ ഒരു സ്വഭാവം അങ്ങനെ തന്നെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ കാലിഫോർണിയയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. കാരണം അത്രയ്ക്ക് അവന് വർക്കും കിട്ടി തുടങ്ങി. അവർ നല്ല ഫേമസ് ആയി. അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി തുടങ്ങി. ലക്ഷറി ആയിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നതും. പുതിയ വീട്ടിലേക്ക് താമസം മാറി അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കാശും കിട്ടി തുടങ്ങിയതോടുകൂടി മൈക്കിളാണെങ്കിലോ കുട്ടിക്കാലത്ത് തനിക്ക് കിട്ടാതെ പോയ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടുവാനായും തുടങ്ങി. കളിപ്പാട്ടങ്ങളും ഇഷ്ടപ്പെട്ട പെറ്റ്സിനെയൊക്കെ അവൻ വാങ്ങിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ചിമ്പാൻസിയെ അവൻ വീട്ടിലേക്ക് വളർത്തുവാനായി കൊണ്ടുവരുന്നു. എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ വീട്ടിലുള്ളവർ പറയുന്നത്, കാട്ടിൽ വളർത്തേണ്ട മൃഗത്തിനെ എങ്ങനെയാ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നതെന്നാണ്. പക്ഷെ അതിന് മറുപടിയായിട്ട് മൈക്കിൾ പറയുന്നതോ, ഒരു ലാബില് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്കതിനെ കണ്ട് പാവം തോന്നി, അങ്ങനെയാ ഞാൻ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്, അവൻ പാവമാണെന്നൊക്കെ മൈക്കിൾ പറയുന്നു. അങ്ങനെ മൈക്കിൾ ആണെങ്കിലോ ആ ചിമ്പാൻസിയെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ വളർത്തുവാനായും തുടങ്ങി. രണ്ടുപേർക്കുമിടയിൽ നല്ല
നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ മൈക്കിളിന് ഒരു ബോഡി ഗാർഡും ഉണ്ടാകുന്നു. ബോഡി ഗാർഡിന്റെ പേര് ബില്ലെന്നാണ്. ബില്ലും മൈക്കിളും നല്ല കമ്പനിയാവുകയാണ്. ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് ബോഡി ഗാർഡായിട്ടുള്ള ബില്ല് മൈക്കിൾ ജാക്സനോട് പെരുമാറുന്നതും. അങ്ങനെ മൈക്കിൾ ആണെങ്കിലോ തുടരെ തുടരെ സോളോ പെർഫോമൻസ് ഒക്കെ ചെയ്യുവാനായും തുടങ്ങി. പക്ഷേ അപ്പോഴും അച്ഛനായ ജോസഫ് ജാക്സൺ കരുതുന്നത് മകൻ ഇങ്ങനെ സോളോ പെർഫോമൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ അവസ്ഥ എന്താകും, അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നും ജോസഫ് തീരുമാനിക്കുന്നു. ജോസഫ് ആണെങ്കിലോ മൈക്കിളിനെ വല്ലാതെ കൺട്രോൾ ചെയ്യുകയാണ്. മൈക്കിൾ ആണെങ്കിലോ അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ബില്ലാണെങ്കിൽ മൈക്കിൾ ജാക്സനെ ഉപദേശിക്കുന്നു. നീ നിന്റെ ലൈഫിൽ ആഗ്രഹിച്ചതുപോലെ മുന്നേറണമെങ്കിൽ നീ ആദ്യം നിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരണം. ഈ കൺട്രോൾ എല്ലാം നീ ഭേദിക്കണമെന്നായിരുന്നു ബില്ല് മൈക്കിളിനെ ഉപദേശിച്ചത്. അങ്ങനെ മൈക്കിൾ ആണെങ്കിലോ തന്റെ അഭിഭാഷകനായിട്ട് ജോൺ ബ്രോങ്ക എന്നൊരാളിനെ നിയമിക്കുകയാണ്. മൈക്കിളിന്റെ അച്ഛനാണല്ലോ മൈക്കിളിന്റെ കാര്യങ്ങളെല്ലാം നോക്കി അവനെ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ജോൺ വന്നുടനെ ചെയ്തത് മൈക്കിളിന്റെ അച്ഛനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. അതോടുകൂടി മൈക്കിളിന്റെ അച്ഛന് വല്ലാതെ ദേഷ്യമായി. ജോസഫ് പറയുന്നത് എന്റെ മകനെ വളർത്തിയതും ഈ ഒരു നിലയിൽ കൊണ്ടുവന്നതും ഞാനാണ്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം കയറി വന്നവൻ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാറായോ എന്ന മട്ടില് ജോസഫൻ സംസാരിക്കുന്നു. ജോസഫിന് ആകെ ദേഷ്യം. എന്നാൽ ജോൺ മൈക്കിളിനോട് പറയുന്നത് മൈക്കിളിന്റെ ലുക്കിൽ നല്ല മാറ്റം വരുത്തണമെന്നാണ്. മൈക്കിളിന്റെ മൂക്കിന് വലിപ്പ കൂടുതലുള്ളത് കൊണ്ട് തന്നെ മൂക്കിന് സർജറി നടത്തണമെന്നും ജോൺ പറയുന്നു. അങ്ങനെ മൈക്കിളിന്റെ മൂക്കിലെ സർജറി കഴിയുകയാണ്. സർജറി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് സൈനസ് ആണെന്ന് മൈക്കിൾ കള്ളം പറയുകയാണ്. മൈക്കിളിന്റെ ജീവിതത്തില് അച്ഛനായ ജോസഫ് ഒരുപാട് കാര്യങ്ങളിൽ തടസ്സം നിൽക്കുകയാണ്. എന്നിരുന്നാലും അതെല്ലാം മറികടന്ന് മൈക്കിൾ ആണെങ്കിലോ തന്റെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവരുടെ നാട്ടില് ഒരു ഗ്യാങ് വാർ നടക്കുകയാണ്. ആ ഒരു ഗ്യാങ് വാറിനെതിരായിട്ട് പ്രതികരിക്കണമെന്നും മൈക്കിൾ തീരുമാനിക്കുന്നു. താൻ പറയുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ മനസ്സിൽ അലയടിക്കണം. അത്തരമൊരു കോൺസെപ്റ്റ് ആയിരിക്കണം താൻ തയ്യാറാക്കേണ്ടതെന്നും മൈക്കിൾ ജാക്സൺ തീരുമാനിക്കുന്നു. അങ്ങനെ മൈക്കിൾ ജാക്സൺ ആണെങ്കിലോ ഒരു ത്രില്ലർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ അടുത്ത ആൽബത്തിന്റെ തീമും ത്രില്ലർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ത്രില്ലർ എന്ന ആൽബത്തിന് പേര് കൊടുത്താൽ എന്താ എന്നും മൈക്കിൾ ചിന്തിക്കുന്നു. അങ്ങനെ ത്രില്ലർ എന്ന പേരിൽ ഒരു ആൽബം ഇറക്കുകയാണ്. ആ ഒരു ആൽബം ഇറങ്ങിയതോടുകൂടി മൈക്കിൾ ജാക്സൺ മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. ലോകം മുഴുവൻ മൈക്കിളിനെ അറിയപ്പെട്ടു. മ്യൂസിക്കിന്റെ രാജകുമാരനായി മൈക്കിളിനെ എല്ലാവരും വാഴ്ത്തുവാനായും തുടങ്ങി. അങ്ങനെ മൈക്കിളിന്റെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് മാറി. അതേ സമയമായിരുന്നു ന്യൂയോർക്കിലെ CBS റെക്കോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വാൾട്ടർ മൈക്കിൾ ജാക്സനെ കാണുവാൻ എത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടും ഒരു ആൽബം തയ്യാറാക്കണമെന്നായിരുന്നു വാൾട്ടറിന്റെ ആവശ്യവും. എന്നാൽ ആ ഒരു ആവശ്യം കേട്ട് മൈക്കിൾ ജാക്സൺ പറയുന്നത് 1980s കാലഘട്ടം വരെയും തന്റെ പാട്ടുകളൊന്നും TV-യിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് തന്നെ MTV-യിൽ തന്റെ ആൽബങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ആൽബം ചെയ്യൂ എന്നതായിരുന്നു മൈക്കിൾ ജാക്സൺ പറഞ്ഞത്. അത് കേട്ട് വാൾട്ടറിന്റെ മറുപടി, ഇതുവരെയായിട്ടും MTV-യിൽ ആൽബമൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത് വെള്ളക്കാരുടേതാണ്. ഇതുവരെയായിട്ടും ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ ആൽബം പോലും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അതിനവർ സമ്മതിക്കുകയുമില്ല എന്നതായിരുന്നു വാൾട്ടറിന്റെ മറുപടി. മൈക്കിൾ ജാക്സന്റെ നിറത്തെ അധിക്ഷേപിച്ചതുപോലെയായിരുന്നു വാൾട്ടറിന്റെ സംസാരം. അത് കേട്ട് ദേഷ്യം വന്ന മൈക്കിൾ പറയുന്നത് എന്റെ പാട്ട് കറുത്ത വർഗ്ഗക്കാർക്ക് വെള്ളവർഗ്ഗക്കാർക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് എന്നതായിരുന്നു മൈക്കിളിന്റെ മറുപടിയും. അത് കേട്ട വാൾട്ടർ ആണെങ്കിൽ MTV-യിൽ വിളിച്ചിട്ട് മൈക്കിളിന്റെ പാട്ടെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മൈക്കിളിന്റെ ഫാൻ ബേസ് എല്ലാം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ MTV-യിൽ ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള അനുമതിയും കിട്ടുന്നു. മൈക്കിൾ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയാൽ തന്നെ ഒരുപാട് ജനങ്ങൾ മൈക്കിളിനെ കാണുവാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മൈക്കിളിനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അതോടുകൂടി ലോകമെമ്പാടും മൈക്കിളിന് അത്രത്തോളം ഫാൻ ബേസ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ മൈക്കിള് മ്യൂസിക്കിന്റെ ലോകത്ത് മുടിചൂടാ മന്നനായിട്ട് വിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു മൈക്കിളിന്റെ അച്ഛനായിട്ടുള്ള ജോസഫ് ആണെങ്കിൽ പെപ്സി കമ്പനിയുമായിട്ട് ഒരു കരാർ ഒപ്പുവെക്കുന്നത്. ജോസഫ് ജാക്സൺ 5 എന്ന പേരിലാണല്ലോ ആദ്യമായിട്ട് മ്യൂസിക് ബാൻഡ് ആരംഭിക്കുന്നതും ഇപ്പോൾ മൈക്കിൾ ഈ ഒരു നിലയിലെത്തുവാനായിട്ട് കാരണം അതാണല്ലോ. അതുകൊണ്ട് തന്നെ ജാക്സൺ 5-നെ വീണ്ടും ഒരുമിപ്പിക്കണം. അവർ ഒരു പെർഫോമൻസ് ചെയ്യണം. അതായത് പെപ്സി കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ 5 പേരും ചേർന്ന് ഒരു ആഡ് ചെയ്യണമെന്നുള്ള കാര്യം അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ആദ്യം മൈക്കിൾ അതിനെ എതിർക്കുകയും പിന്നീട് തന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആ ഒരു ആഡ് ഷൂട്ട് ചെയ്യുവാനായിട്ട് അവൻ സമ്മതിക്കുകയാണ്. അങ്ങനെ ആഡിന്റെ ഷൂട്ട് നടക്കുന്ന സമയം മൈക്കിൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ തീപിടുത്തം ഉണ്ടാകുന്നു. സെറ്റിൽ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ നിന്നും മൈക്കിളിന്റെ തലയിലേക്ക് തീ പടരുകയാണ്. മുടി മുഴുവൻ കത്തിപ്പോയി. മൈക്കിൾ ആണെങ്കിൽ പേടിച്ച് തറയിലേക്കും വീഴുന്നു. മൈക്കിളിനെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്കും എത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മൈക്കിൾ ജാക്സൺ
രക്ഷപ്പെടുകയാണ്. ഡോക്ടർ പറയുന്നത് മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് മൈക്കിൾ ജാക്സൺ തിരികെ വന്നിരിക്കുന്നതെന്ന്. അതോടുകൂടി മരണത്തെ അതിജീവിച്ചവൻ എന്നൊരു പേര് കൂടി മൈക്കിൾ ജാക്സന് കിട്ടുകയാണ്. എന്നാൽ അതേസമയം ജോസഫിന്റെ ചിന്ത അവരൊരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം നന്നായിട്ട് നടത്തണമെന്നാണ്. ആൽബം ഷൂട്ടിംഗ് നടത്തണം, ഇത് മാത്രമായിരുന്നു ജോസഫിന്റെ മനസ്സിലെ ചിന്ത. അതറിയുന്ന ഡോക്ടർ ജോസഫിനെ ഒരുപാട് വഴക്ക് പറയുന്നു. കാരണം മകന്റെ ജീവൻ പോകാറായി കിടക്കുകയാണ്. എന്നിട്ട് പോലും ജോസഫിന്റെ മനസ്സിലെ ചിന്ത ആൽബത്തിന്റെ ഷൂട്ടിംഗ് നന്നായിട്ട് നടത്തണം, അവരുടെ ആഡ് ഷൂട്ടിങ്ങും നന്നായിട്ട് നടത്തണമെന്നതായിരുന്നു. എന്നാൽ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്ന മൈക്കിൾ ജാക്സൺ പറയുന്നത് തന്നോടൊപ്പം ആ ഒരു സ്റ്റേജ് ഷോയിൽ പെർഫോം ചെയ്തവര്, സ്റ്റേജിന്റെ പിന്നിലായിട്ട് പ്രവർത്തിച്ചവര്, ഇവരെല്ലാവരും തീപിടുത്തത്തിൽ അപകടം സംഭവിച്ചു, കുറച്ചുപേർ മരണപ്പെട്ടു പോയി. ഇവർക്കെല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണമെന്നും മൈക്കിൾ ജാക്സൺ തീരുമാനിക്കും. തന്റെ ലീഗൽ അഡ്വൈസറെ കണ്ട് ഈ ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയവർക്കും മരണം സംഭവിച്ചവർക്കും നഷ്ടപരിഹാരം കൊടുക്കണം, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും മൈക്കിൾ ജാക്സൺ പറയുന്നു. അത്രയ്ക്കും നല്ല മനസ്സിനുടമയാണ് ഈ മൈക്കിൾ. മാത്രമല്ല കുട്ടിക്കാലത്തെ തന്റെ ബാല്യമൊക്കെ നഷ്ടമായത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് എപ്പോഴും മൈക്കിളിന്. ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യണം എന്നൊക്കെയാണ് മൈക്കിൾ ആഗ്രഹിക്കുന്നതും. അങ്ങനെ മൈക്കിളാണെങ്കിലോ ജീവിതത്തിലേക്ക് തിരികെ വന്നതിന് ശേഷം തന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിനായിട്ടും പോകുന്നു. ഷൂട്ടിംഗ് എല്ലാം നല്ല രീതിക്ക് കഴിയുകയാണ്. ആൽബം പുറത്തിറങ്ങുന്നതോടുകൂടി ആ ഒരു ആൽബം വൻ രീതിയിൽ ഹിറ്റാകുന്നു. മരണത്തെ അതിജീവിച്ച് വന്നവൻ എന്നൊരു ടാഗ് മൈക്കിൾ ജാക്സൺ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ആ ഒരു ആൽബത്തെ സ്വീകരിക്കുന്നു. കാരണം അപകടത്തിന് ശേഷമല്ലേ മൈക്കിൾ ജാക്സൺ ആ ഒരു ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ആ ഒരു ആൽബത്തെ സ്വീകരിക്കുകയും വൻ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു. അതോടുകൂടി ഇപ്പോഴുള്ള ലെവലിൽ നിന്നും കുറച്ചുകൂടി ഉയരത്തിലേക്ക് മൈക്കിൾ ജാക്സൺ എത്തുന്നു. ലോകത്തിലെ നമ്പർ 1 വ്യക്തിയായിട്ട് മൈക്കിൾ ജാക്സൺ മാറുകയാണ് ചെയ്യുന്നത്. മൈക്കിൾ ജാക്സന്റെ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചാൽ നിമിഷ നേരങ്ങൾക്കകമാണ് ടിക്കറ്റ് വിറ്റു പോകുന്നത്. അത്രയ്ക്കും ആളുകൾ മൈക്കിൾ ജാക്സനെ കാണാൻ വേണ്ടി മാത്രമൊക്കെ തടിച്ചു കൂടുന്നവരുണ്ട്. മാത്രവുമല്ല സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യും, പാട്ട് പാടിക്കൊണ്ട് തന്നെ മൂൺ വാക്കും ചെയ്യും. ഇതെല്ലാം കണ്ട് ആരാധികമാരാണെങ്കിലോ കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. മൈക്കിൾ ജാക്സനെ ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യരുമുണ്ടായിരുന്നു. അത്രയ്ക്കും നമ്പർ 1 ആയി മാറിക്കഴിഞ്ഞു മൈക്കിൾ ജാക്സൺ. അങ്ങനെ ഇരിക്കെ മൈക്കിളാണെങ്കിൽ തന്റെ സഹോദരങ്ങൾക്കൊപ്പം ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുകയാണ്. ജാക്സൺ 5 എന്ന ഒരു ടീമുണ്ടല്ലോ, അവർക്ക് ഒരു ബാൻഡ്. ആ ഒരു ബാൻഡിന്റെ പെർഫോമൻസ് നടത്തുകയാണ്. പെർഫോമൻസ് എല്ലാം കഴിഞ്ഞതും തന്റെ ആരാധകരോടായിട്ട് മൈക്കിൾ ജാക്സൺ പറയുന്നുണ്ട്, ഒരു ബാൻഡിന് വേണ്ടിയിട്ടുള്ള തന്റെ അവസാനത്തെ പെർഫോമൻസ് ആണിത്, അവസാനത്തെ പാട്ടാണിതെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന അച്ഛനായ ജോസഫിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. മൈക്കിൾ ഇനി മുതൽ സോളോ ആയിട്ടാണ് എല്ലാ ആൽബങ്ങളും ഇറക്കാൻ പോകുന്നതും, സോളോ ആയിട്ടാണ് ഇനി പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരു ബാൻഡിന് വേണ്ടിയിട്ടും താൻ ഇനി പെർഫോം ചെയ്യില്ല എന്ന് തന്നെ സ്റ്റേജിൽ വെച്ച് മൈക്കിൾ പറയുന്നു. പിന്നീട് അങ്ങോട്ട് മൈക്കിളിന്റെ സോളോ പെർഫോമൻസും സോളോ ആൽബങ്ങളുമാണ് ഇറങ്ങിക്കൊണ്ടേയിരുന്നതും. ഒരു ബാൻഡിന് വേണ്ടിയിട്ടും മൈക്കിൾ പെർഫോം ചെയ്തിട്ടേയില്ല. മൈക്കിളിന്റെ കരിയറിന്റെ ഗ്രാഫ് ഉയർന്നു പോവുകയാണെങ്കിലും മൈക്കിളിന്റെ ജീവിതത്തിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വരുവാനായും തുടങ്ങി. പക്ഷേ മൈക്കിൾ ജാക്സൺ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ലക്ഷ്യം എന്താണോ അതിന് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്നതും. ഒരു വഴിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമെങ്കിലും മൈക്കിൾ തന്റെ കരിയറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും താൻ മുന്നോട്ട് തന്നെ പോകണമെന്നതായിരുന്നു മൈക്കിളിന്റെ ലക്ഷ്യം. അതാണ് എല്ലാവർക്കും മുന്നിൽ മൈക്കിൾ തുറന്നു കാട്ടുന്നത്. ഈ ഒരു സിനിമയില് മൈക്കിളിന്റെ ഫാമിലിയെ കുറിച്ചും എങ്ങനെയാണോ മൈക്കിൾ തന്റെ ജീവിതത്തിൽ പോരാടി മുന്നോട്ട് വന്നത് എന്നൊക്കെ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിലുണ്ടായിരുന്ന മറ്റുള്ള കോൺട്രവേഴ്സീസ് ഒന്നും ഇതിൽ പറയുന്നതേയില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.